ഹായ് ഓൾ, വെൽക്കം ടു ബി മല്ലു ടോക്സ്. നിങ്ങളോടൊപ്പം ഉള്ളത് അർജുൻ നിജയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ ലൈവ് ഒന്ന് ആദ്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ബി വിശേഷങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേര് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ തോന്നുന്നല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ കമന്റ് അയക്കുക. ആകെ 5:30 വരെ ഉണ്ടാവുള്ളൂ കേട്ടോ ലൈവ്. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങളും വിശേഷങ്ങളും പറയാനായിട്ട് പെട്ടെന്ന് തന്നെ കമന്റ്സ് അയക്കണം. ഓക്കെ, അപ്പൊ ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും ആദ്യം തന്നെ നമ്മുടെ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് ഓടി വായോട്ടാ. നമുക്ക് കുറച്ച് സമയമുള്ളൂ. ഇപ്പൊ ഖത്തർ ടൈം 5:02 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ടൈം 7:30 ആയിരിക്കും കേട്ടോ. അപ്പോ എല്ലാവരും പെട്ടെന്ന് എല്ലാവരും അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാ. എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലെ പുതിയ വിശേഷങ്ങൾ, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും? ഇപ്പൊ കുറെ എന്താ പറയാ, പല ഗ്രൂപ്പുകളും പല പല അഭിപ്രായങ്ങളൊക്കെ കേട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ലൈവായിട്ട് ഇന്ന് ഇവിടെ പറയാം. എന്റെ അഭിപ്രായം കാര്യം ഞാൻ യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നു എന്ന് പറയാം, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം എന്താണെന്ന് കൂടെ പറയാം കേട്ടോ. അപ്പൊ എന്ത് തോന്നി ഇന്നലത്തെ നോമിനേഷനും കാര്യങ്ങളും കണ്ടപ്പോ? എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? അപ്പൊ കമന്റ്സ് ഒന്നും വരുന്ന കാണുന്നില്ല എനിക്ക്. അത് എന്റെ മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. അപ്പൊ കമന്റ് ചെയ്യുന്നവര് ഓക്കെ, കമന്റ് വരുന്നുണ്ട് കേട്ടോ. ശ്രീരാജേട്ട ഹായ് പറയുന്നുണ്ട്. ഹലോ ശ്രീരാജേട്ട. സുജാത ചേച്ചി ഹായ്. നിജ എന്ന് പറയുന്നുണ്ട്. ഹലോ സുജാത ചേച്ചി ഹായ്. നിജ എന്ന് പറയുന്നുണ്ട്. എമിൽ സ്കോട്ട് ഡിംപിൾ ഉയർന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഇതുവരെ ഫാൻ ബേസ് ആയിട്ടില്ലെങ്കിലും എനിക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഡിംപിളിനെയും അതുപോലെ തന്നെ ആരാണ്, ഡേഞ്ചറസ് ഫിറോസ് DFK അവരെയാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ഇപ്പൊ ഇഷ്ടമായിട്ട് നിൽക്കുന്നത്. ഇനി ചിലപ്പോൾ നാളത്തേക്ക് മാറാൻ പറയാൻ പറ്റില്ല, ഡിപ്പെൻസ്. ഓക്കെ, ജോയ് ചേട്ടൻ ദാ വന്നിട്ട് ഹലോ പറയുന്നുണ്ട്. ഹലോ ചേട്ടൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വൈശാഖേട്ടൻ ദാ ഹായ് പറയുന്നുണ്ട്. ഹലോ വൈശാഖേട്ട. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ബിഗ് ബോസ് വിശേഷങ്ങളിലേക്ക് കടക്കുക. എമിൽ പറയുന്നുണ്ട് അയൽക്കൂട്ടം ഈസ് ടാർഗറ്റിംഗ് മണിക്കൂട്ടൻ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഇന്നലത്തെ നോമിനേഷൻ പ്രക്രിയയിൽ കുറച്ച് ജെന്യൂൻ ആയിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ആൾ എന്ന് തോന്നിയത് നമ്മുടെ DFK ആണ് കേട്ടോ. ഡേഞ്ചറസ് ഫിറോസ്, അതെ, അവരാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട്, അതായത് കുറച്ചും കൂടെ ഗെയിം സ്പിരിറ്റോട് കൂടി തന്നെ നോമിനേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് അവരാണെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബാക്കിയുള്ള എല്ലാവരും മോസ്റ്റ്ലി ആളുകള് എന്താ ഒരു അയൽക്കൂട്ടം എന്ന് തന്നെ പറയാം അല്ലെ, ഒരു മുന്നേ ഡിസൈഡ് ചെയ്തിട്ട് പറഞ്ഞ പോലെയുള്ള ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. യദു കൃഷ്ണൻ പറയുന്നുണ്ട് ഈ ആഴ്ച ഏഞ്ചൽ പുറത്തു പോകുമ്പോൾ ചേച്ചിയും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ ചാൻസസ് കൂടുതൽ ഏഞ്ചലിനാണ്. ഏഞ്ചൽ പറയാതെ പറ്റില്ല. എന്തൊരു വെറുപ്പിക്കലാണ് മാഷി, ഇങ്ങനെയും വെറുപ്പിക്കാനായിട്ട് പറ്റും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏഞ്ചൽ. ഇത്രയും വലിയൊരു ദുരന്തം ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. ലക്ഷ്മി എസ് പ്രകാശ് ലച്ചു വന്നിട്ടുണ്ട്. ഹലോ ലച്ചു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സജന സാജു ഹായ് പറയുന്നുണ്ട്. ഹലോ. യദു കൃഷ്ണൻ DFK എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഡേഞ്ചറസ് ഫിറോസ് ആള് വന്നതിൽ പിന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഒന്ന് ഉണർന്നു തുടങ്ങിയത് അല്ലെ. സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളാണ് DFK. സ്വന്തമായിട്ട് നിന്ന് കളിക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അതാണല്ലോ 9 വോട്ടോട് കൂടിയിട്ടൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അല്ലെ. പക്ഷെ എല്ലാവരും കൂടെ പവർഫുൾ ആയിട്ട് നിന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡിംപിൾ ഇന്നലെ പറയുന്നുണ്ട് പുറത്ത് നമ്മൾ ഇവിടെ കാണുന്ന പോലെ ആയിരിക്കണമെന്നില്ല പുറത്തുള്ള ആളുകൾ ചിന്തിക്കുന്നത് എന്ന്. ഡിംപിൾ കറക്റ്റ് ആയിട്ട് ഡിംപിളിന്റെ ഒപ്പീനിയൻ പറയുന്നുണ്ട് അല്ലെ. ഇന്നലെ ജോയ് ചേട്ടൻ പറയുന്നുണ്ട് ഡിംപിൾ ഇസ് റാക്കിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോന്നിയോ? നമുക്ക് നോക്കാം. ലക്ഷ്മി പറയുന്നുണ്ട് ലാസ്റ്റ് ബിബിനേക്കാൾ കുറച്ച് ഡീസന്റ് ആണ് ഈ തവണത്തെ പാർട്ടിസിപ്പൻസ് എന്ന് തോന്നുന്നു എന്ന് നമ്മുടെ ലച്ചു പറഞ്ഞിട്ടുണ്ട്. ലച്ചു, എനിക്ക് തോന്നിയത്, എനിക്കും ആദ്യത്തെ വിലയിരുത്തലനുസരിച്ച് ലാസ്റ്റ് ബീബിനേക്കാൾ കുറച്ചും കൂടെ നിലവാരമുള്ളതായിരിക്കും ഇപ്രാവശ്യത്തെ എന്നൊക്കെ പ്രതീക്ഷിച്ച് നല്ല കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്ന് തോന്നി. പക്ഷെ ആരും തന്നെ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു ഗെയിം കളിക്കുന്നില്ല. നല്ലൊരു കണ്ടസ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല. ആർക്കും എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു BB ഹൗസിൽ നിൽക്കേണ്ടത്, സ്വന്തമായിട്ട് അഭിപ്രായങ്ങളോ, എല്ലാവരും അവരുടെ ഇമേജ് ക്ലിയർ ഇമേജ് കാണിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ആരും തന്നെ എന്താണ് ഓരോരുത്തരുടെ പൊളിമുഖങ്ങൾ എന്നൊക്കെ പറയില്ലേ, സ്വന്തമായിട്ട് ഗെയിം കളിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഒന്നും ആർക്കും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ ഫാർ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നി. എബി അബൈ പറയുന്നുണ്ട്. സായ് ഉയർ എന്ന് പറയുന്നുണ്ട്. സായിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ, ഉയരൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി സായിയോട് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതവണ സായിക്ക് സായിയുടേതായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാം, പക്ഷേ പലപ്പോഴും ഒരു വ്യക്തിത്വം ഇല്ലായ്മ ഫീൽ ചെയ്തു. കാരണം പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അത് പലർക്കും പല ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എമിൽ പറയുന്നുണ്ട് സൂര്യ ഈസ് ദ ആക്ച്വൽ ക്രൂക്കഡ് പ്ലെയർ ഇൻ ദ ഹൗസ്. തീർച്ചയായിട്ടും സൂര്യ ഒരു ക്രൂക്കഡ് പ്ലെയർ ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നമ്മളെല്ലാവരും വിചാരിക്കും സൂര്യ ഒരു പാവാണ്, ഗെയിം ഒന്നും കളിക്കുന്നില്ല എന്നൊക്കെയാണ് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, സൂര്യ അവിടെ കൃത്യമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. നമ്മള് ഒരു ബിഗ് ബോസ് ഹൗസ് തുടങ്ങുന്ന ദിവസം പാട്ടൊക്കെ സോങ് പ്ലേ ചെയ്ത് ഡാൻസ് കളിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും. പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് കളിക്കുന്നതാണ്. അതിലേക്ക് ഒരു ക്യാമറ ഫോക്കസ് കിട്ടട്ടെ എന്നുള്ള ബേസിലൊക്കെ തന്നെയാണ് പലതിലും കാണുന്നത് അല്ലെ. അപ്പൊ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് സൂര്യ. പലപ്പോഴും ക്യാമറ സ്പേസ് കിട്ടാനായിട്ട് പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. പിന്നെ സൂര്യ മണിക്കുട്ടൻ ലവ് ഉണ്ടോ ഇല്ലയോ അതൊക്കെ നമുക്ക് വഴിയെ അറിയാം അല്ലെ. സുജാതി ചേച്ചി പറയുന്നുണ്ട് ഡേഞ്ചറസ് ഫിറോസ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും DFK നന്നായി
കളിക്കുന്നുണ്ട്. എത്ര തറവേല കളിച്ചിട്ടായാലും അവിടെ ഓരോരുത്തരുടെ മുഖം വലിച്ചു കീറാൻ, മാസ്ക് ഇട്ടവർക്ക് വലിച്ചു കീറാനായിട്ട് നമ്മുടെ DFK ശ്രമിക്കുന്നുണ്ട്. സേതു ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹലോ സേതു ചേട്ടാ. അതുൽ പറയുന്നുണ്ട് കിടിലം ഫിറോസ് അടുത്ത ആഴ്ച DFK പോകുമെന്ന് ഡിംപിളിനോട് പറഞ്ഞത് കേട്ടോ എന്ന്. തീർച്ചയായിട്ടും ഞാനത് കേട്ടു. അപ്പോൾ ഡിംപിളിന്റെ മറുപടി കേട്ടായിരുന്നോ? തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ഇവിടെ കാണുന്നതല്ല പുറത്തുള്ള ആളുകൾ കാണുക എന്നുള്ള ഡിംപിളിന്റെ മറുപടി കേട്ടായിരുന്നോ? അപ്പോൾ ഡിംപിൾ തീർച്ചയായിട്ടും ആസ് എ വ്യൂവർ എന്നുള്ള രീതിയിൽ ഡിംപിൾ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്, അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനൊക്കെ ഡിംപിളിനെ ഇഷ്ടപ്പെടുന്നത്. അത് കിടിലം ഫിറോസ്ക ഇപ്പോഴും ഗെയിം കളിച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും എല്ലാവരും കൂടെ കൂട്ടി എങ്ങനെയൊക്കെ പോകണം എന്നുള്ള ബേസിസിൽ നിൽക്കുന്ന ആളാണ് കിടിലം ഫിറോസ്ക. കിടിലം ഫിറോസ്ക നല്ലൊരു പ്ലെയർ ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ജോയ് ചേട്ടൻ പറയുന്നുണ്ട് സീസൺ 3 ബോറിംഗ് ബട്ട് DFK സൂപ്പർ എന്ന് പറയുന്നുണ്ട്. സീസൺ 3 വളരെ ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. സീസൺ 1 നല്ല അടിപൊളിയായിരുന്നു. സീസൺ 2 ഫാർ ബെറ്റർ ആണ് സീസൺ 3യേക്കാളും എന്ന് തോന്നി. നമുക്ക് ഒന്ന് കണ്ടിരിക്കാൻ തോന്നുമല്ലേ സീസൺ 2 ബിഗ് ബോസ്. എന്താ സീസൺ 3 വരുമ്പോൾ എല്ലാ ദിവസവും എടുത്ത് നോക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും നടക്കുമോ, അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവുമോ എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് അല്ലെ. പ്രൊമോ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് നല്ലൊരു എന്താ വീക്ക്ലി ടാസ്ക് ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതെങ്കിലും നന്നായിട്ട് അവർ കളിച്ചു വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അല്ലെ. ശാന്തകുമാരി ചേച്ചി ഹായ് അച്ചു എന്ന് പറയുന്നുണ്ട്. ഹലോ ചേച്ചി, എന്താണ് വിശേഷം? എബ്രഹാം ചേട്ടൻ പറയുന്നുണ്ട് ഏഞ്ചൽ ചിലപ്പോൾ രക്ഷപ്പെടും, ഋതു ആയിരിക്കും പുറത്താകുക. എനിക്ക് തോന്നുന്നില്ല. ഋതു ഏഞ്ചലിനേക്കാളും ഫാർ ബെറ്റർ ആണ് ഋതു എന്നാണ് എനിക്ക് തോന്നിയത്. ഏഞ്ചലിനെ എടുത്ത് കളഞ്ഞോട്ടെ. ഏഞ്ചൽ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി വളരെ വഷളത്തരം കാണിക്കുക നിന്നിട്ട് നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാവില്ല എന്തൊക്കെ ഗോഷ്ടികളെ കാണിച്ചു കൂട്ടുന്ന ഏഞ്ചൽ. ഇങ്ങനെയാണോ ക്യാമറ സ്പേസ് നേടേണ്ടത്? എന്തായാലും ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി ഏഞ്ചൽ തറ വിലത്തരൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഏഞ്ചലും അഡോണിയും ഏഞ്ചലും ബാത്റൂമിന്റെ അവിടെ നിൽക്കുമ്പോൾ റംസാൻ ചെന്നിട്ട് നൈസായിട്ട് നമ്മുടെ റംസാൻ ബാത്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞ റംസാൻ കയറി അപ്പൊ തന്നെ പുറത്തേക്ക് വന്നിട്ട് വേണ്ട ശരിയാവില്ല എന്നുള്ളതിൽ നിൽക്കുന്നുണ്ട്. നീ പോട്, എന്നിട്ട് നീന്റെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ അവരൊരു വിശ്വാസമില്ലായ്മ ഫീൽ ചെയ്തില്ലേ? ഇവര് ഇനി എന്തെങ്കിലും കാണിക്കോ എന്തെങ്കിലും ഒപ്പിക്കോ എന്നുള്ളത് റംസാൻ വരെ ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെ. എമിൽ ചേട്ടൻ പറയുന്നുണ്ട് അഡോണി ഏഞ്ചൽ റിയൽ റൊമാന്റിക് കപ്പിൾ ലൈക്ക് ഷാജഹാൻ മുന്താസ്. എന്റെ എമിൽ ചേട്ടാ അങ്ങനെ പറയാതെ. ഇത്രയും വലിയ ദുരന്തങ്ങള് ഇത്ര BB ഹൗസിൽ കൊണ്ടുവന്നത് അഡോണിക്കൊക്കെ ശരിക്ക് വളരെ പേഴ്സണാലിറ്റി, വളരെ വ്യക്തിത്വം, നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തിയൊക്കെ ആയിരുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷയായിരുന്നത്. പക്ഷെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ്. എന്താ അവര് ചെയ്യുന്നത്? എടാ എനിക്കൊരു ഈ രീതിയിലൊക്കെയാണോ ലവ് സ്ട്രാറ്റജിയോട് വർക്ക്ഔട്ട് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് അവൾക്ക് ഇഷ്ടമാണെന്നെങ്കിലും പറയാനുള്ള ഒരു ചങ്കുറ്റം കാണിക്കുക. അതും ഇല്ല, എന്തോ ഒരു ഗോഷ്ടി തരം. എപ്പോഴോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എപ്പോഴോ കണ്ടു ഡേഞ്ചറസ് ഫിറോസ്കയുടെ അടുത്തല്ല ഫിറോസ് ഖാന്റെ അടുത്ത് കിടിലം ഫിറോസ്കയുടെ അടുത്ത് നമ്മുടെ ഏഞ്ചൽ ഇരുന്ന് ലവ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു എപ്പിസോഡിൽ കണ്ടായിരുന്നു. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അവളുടെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി ആണെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ അല്ലെ. സേതു ചേട്ടൻ ഡിംബലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡിംപൽ ബാൽ. യെസ് സേതു ചേട്ടാ, എന്ത് പറ്റി? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അല്ലെ. അഭിനന്ദ് ഈസ് വാച്ചിങ്. ഹായ് അഭിനന്ദ്. വാവ് ചേച്ചി ഹായ് അച്ചു എന്ന് പറയുന്നുണ്ട്. ഹലോ വാവ് ചേച്ചി. അപ്പൊ നമ്മുടെ ലൈവ് കാണുന്ന എല്ലാവരും ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശ്രീരാജേട്ടൻ നമ്മുടെ ഗ്രൂപ്പ് 5K ആയി. അതെ നമ്മുടെ ഗ്രൂപ്പ് 5K ആയി വളർന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിനെ ഇനിയും വളർത്ത എല്ലാവരും അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാ. നമ്മളെല്ലാവരും പേഴ്സണൽ അഭിപ്രായങ്ങളാണ്, അതാരും വ്യക്തിപരമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നിഖിൽ പറയുന്നുണ്ട് DFK is the main target that is evident in nomination 9 votes from 15 എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും DFKനെ ഇത്രയും പേര് നോമിനേറ്റ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര വോട്ട് നോമിനേഷൻ അവിടെ വരുന്നോ അത്രയും സപ്പോർട്ടേഴ്സ് പുറത്തു കൂടും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് ഡിംപിളിന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിംപിളിന് 100% ഷുവർ ആണ് ഉള്ള കാര്യമാണ്. ഡിംപിളിന് കിട്ടുന്ന അതേ വോട്ട് സ്പ്ലിറ്റിംഗ് DFKക്ക് ഇനി അത് മറയാം എന്നൊരു ടെൻഷൻ ഡിംപിളിന് അവിടെ ഉണ്ട്. ഡിംപിൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ശ്രീരാജേട്ടൻ പറയുന്നുണ്ട് എനിക്ക് നെറ്റ് ശോകമാണ് എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല ശ്രീരാജേട്ടാ. അജിത്തേട്ടൻ പറയുന്നുണ്ട് DFK ഉയർ എന്ന് പറയുന്നുണ്ട്. യെസ്, DFK നല്ല കിടിലം പ്ലെയർ ആണ്. ആര് നന്നായി കളിക്കുന്നോ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയും. കഴിഞ്ഞ ദിവസം ടാസ്കിന്റെ സമയത്ത് ഡിംപിളിന്റെ ടാസ്ക് കളിച്ചത് ശരിയായില്ല, അന്ന് ഞാൻ ഡിംപിളിന് എതിരായിട്ട് പറയുന്നു. പക്ഷേ ഇപ്പോ ആ ടാസ്കിനേക്കാളും ഇപ്പോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഡിംപിൾ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിംപിളിനെയും DFKനെയും സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. എമിൽ ചേട്ടൻ പറയുന്നുണ്ട് സൂര്യ മണിക്കുട്ടൻ കോംബോ നെവർ ഗോന വർക്ക്ഔട്ട്. മണിക്കുട്ടൻ ഈസ് ഹാവിംഗ് സംതിങ് വിത്ത് ഋതു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അത് ഫീൽ ചെയ്തു. സൂര്യ മണിക്കുട്ടനും കൂടെ ഒരു ഫിലിമിൽ ഏതോ അഭിനയിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഇവര് പക്ഷെ അത്രയും പരിചയം അവിടെ കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. സൂര്യ മണിക്കുട്ടൻ തമ്മിലുള്ള കോംബോ വർക്കൗട്ട് ആവാൻ ചാൻസ് കുറവാണ്. പക്ഷെ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചാൻസസ് ഉണ്ട് അവർക്ക്. പക്ഷെ ഋതുവിന് എന്തായാലും മണിക്കുട്ടനെ ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നലെ അവിടെ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല, ചില ആളുകളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് അനൂപ് മുടിയൊക്കെ വെട്ടി വന്നിട്ട് സമയത്ത് നമ്മുടെ ഋതു പറയുന്നുണ്ട് മല്ലു എന്ന് റിയൽ മല്ലു അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഡിംപിൾ പറയുന്നുണ്ട്
ടിപ്പിക്കൽ മല്ലു എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ പല ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എന്നാൽ കൂടെ ഞാൻ പറയാണ് ഇവിടെ. അപ്പൊ ഋതുവിന് മല്ലൂസിന് ഇഷ്ടമല്ല എന്നുള്ള ഒരു ഇതില് വലിയ താല്പര്യമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസിനോട് നമുക്ക് തോന്നുന്നു ഋതുവിന് വലിയ താല്പര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് മണിക്കുട്ടനായിട്ട് അത്രയും ചാൻസസ് കുറവാണ്. ഇനിയിപ്പോ അവള് വെറുതെ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി മാത്രം അവൾ മണിക്കുട്ടനെ യൂസ് ചെയ്താലേ ഉള്ളൂ. പക്ഷെ മണിക്കുട്ടൻ എന്തോ ഒരു സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. വാവ ചേച്ചി പറയുന്നുണ്ട് അതെ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുന്ന വ്യക്തി, തീർച്ചയായിട്ടും നമ്മുടെ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുന്ന വ്യക്തി ഒരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് പാവം കഷ്ടപ്പെടുന്നുണ്ട്. സൂര്യ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. ശ്രീരാജേട്ടൻ പറയുന്നുണ്ട് ഈ എലിമിനേഷനിൽ ആരായിരിക്കും കുറച്ച് വോട്ട് നേടി പുറത്തു പോകാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഏഞ്ചൽ ആയിരിക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കേട്ടോ. സമീർ പറയുന്നുണ്ട്, സമീർക്ക് ഹായ് പറയുന്നുണ്ട്, ഹലോ ഇക്ക. സേതു ചേട്ടൻ പറയുന്നുണ്ട് നോബിയെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യല്ലോ. തീർച്ചയായും നോബി ചേട്ടന്റെ ക്യാപ്റ്റൻസി ഇന്ന് പ്രമോ കണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ കിടില ഫിറോസിന്റെ കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം വസ്തുതകളൊക്കെ നിരത്തുന്നുണ്ടെങ്കിലും നോബി ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്പൊ കിട്ടിയ ക്യാപ്റ്റൻസി നോബി ചേട്ടൻ വിനിയോഗിക്കും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ വിനിയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായും നോബി ചേട്ടൻ എടുത്ത് വെളിയിൽ കളയുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് വേണ്ടത് നല്ലൊരു വ്യക്തിയോ നല്ലൊരു പ്ലെയറെയാണ്, നല്ലൊരു ഗെയിം കണ്ടന്റ് അവിടെ ആരാണ് നമുക്ക് തരുന്നത്, അങ്ങനെ ഒരാളെയാണ് വേണ്ടത് അല്ലെ. നമുക്കല്ലാതെ അവരുടെ സ്വഭാവ ശുദ്ധി അല്ലെങ്കിൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെയുള്ളവർ കിട്ടിയിട്ടൊന്നും നമുക്ക് വലിയ യൂസ് ഒന്നുമില്ല. നമുക്ക് ആരോടെ കണ്ടന്റ് തരുന്നു, ആരോടെ ഗെയിം കളിക്കുന്നു, അങ്ങനെയുള്ളവർ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നോബി ചേട്ടൻ ഇതുവരെ നല്ലൊരു ഗെയിമർ ആണെന്ന് ഞാൻ സമ്മതിക്കില്ല, എനിക്ക് തോന്നിയിട്ടില്ല. ശാന്തകുമാരി ചേച്ചി ഏഞ്ചൽ പുറത്തു പോകണം, എന്താണ് ആ കുട്ടി കാണിക്കുന്നത്? തീർച്ചയായിട്ടും ഏഞ്ചൽ പുറത്തു പോകും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും പോണം. ആ കുട്ടി എന്ന ഒരു ലവ് സ്ട്രാറ്റജി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലവ് എങ്ങനെ വർക്കൗട്ട് അതെങ്കിലും ഒരു ഫീല് തോന്നണ്ടേ? എനിക്കൊന്നും തോന്നുന്നില്ല. എന്തോ ഒരു ഗോഷ്ടി കാണിക്കുന്നു. തീർച്ചയായിട്ടും അവള് തന്നെ പറയുന്നത് 2 വയസ്സിനാന്ന് തോന്നുന്നു ഇളയതാണ് അഡോണി എന്ന് പറയുന്നത്. അതൊന്നും ചിലപ്പോൾ ലവിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. പക്ഷെ അതിനു മുമ്പ് അവള് തന്നെ പറഞ്ഞു അതൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജിയുടെ പുറത്ത് മാത്രമാണ് അവൾ അങ്ങനെ പെരുമാറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതും എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ആ കുട്ടിക്ക്. സമീരൊക്കെ പറയുന്നുണ്ട് ഡേഞ്ചറസ് ഫിറോസ് സജന സൂപ്പർ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോ അതിനകത്ത് ഡേഞ്ചറസ് ഫിറോസ് സജന സൂപ്പർ ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്. വാവ സാബു ചേച്ചി പറയുന്നുണ്ട് ഏഞ്ചൽ പുറത്തു പോയാൽ മതി വെറുപ്പിക്കൽ. അതെ, ഈ ഡേഞ്ചറസ് ഫിറോസിനെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നിയ കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചർച്ചയാണ് അല്ലെ, നമ്മുടെ ഡ്രസ്സിനെ പറ്റിയിട്ട് ഡേഞ്ചറസ് ഫിറോസ് പറഞ്ഞു. നമ്മുടെ ആ ചേച്ചിയുടെ പേരെന്താ, സന്ധി ചേച്ചിയുടെ ഡ്രസ്സിനെ പറ്റിയിട്ട് ഒരു ചർച്ച വന്നത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകളുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ പോലുള്ള പല ആളുകൾ ഇപ്പൊ എന്റെ ഡ്രസ്സ് ശരിയില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന ആസ് എ വ്യൂവർ പലരും ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മുടെ ബ്രദേഴ്സ് ആണെങ്കിലും പറയാ ഡ്രസ്സ് ഒന്ന് ശരിക്കിട അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്ന് ശരിയില്ല എന്ന് നമ്മൾ കമന്റ് പറഞ്ഞു പോലെ അതിൽ ഡേഞ്ചറസ് ഫിറോസിന്റെ ഒരു ഭാഗത്ത് ഒരു തെറ്റും എനിക്ക് തോന്നിയില്ല. പേഴ്സണലി ഞാനൊരു നല്ല രീതിയിൽ എടുത്തത്. കാരണം അതിന് സപ്പോർട്ടായിട്ട് വന്നത് ആരാണ് സായി വന്നു. എനിക്ക് ഫീൽ ചെയ്തത് സായിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് പറയില്ല, പക്ഷെ സായിക്കൊക്കെ അത് കണ്ട് ആസ്വദിക്കാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ വീട്ടിലുള്ള ഒരാൾ നമ്മുടെ ഡ്രസ്സ് മര്യാദയ്ക്ക് ഇട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളത് പറയില്ലേ ഡ്രസ്സ് ഒന്നും മര്യാദയ്ക്ക് ഇട്ടില്ല, അത് ശരിയില്ല എന്തെങ്കിലും പറയണ്ടേ. ആ ഭാഗത്ത് ഡേഞ്ചറസ് ഫിറോസിന്റെ ഭാഗത്ത് സജനയുടെ ഭാഗത്താണ് ക്ലിയർ ആയിട്ടുള്ള കമന്റ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഏഞ്ചൽ പുറത്തു പോയാൽ മതി വെറുപ്പിക്കൽ. തീർച്ചയായിട്ടും വാവച്ചി ഏഞ്ചൽ പുറത്തു പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീരാജേട്ടൻ പറയുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് 5K ആയതിന്റെ സന്തോഷം എല്ലാവരോടും ഒന്ന് പങ്കുവയ്ക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പ് 5K ആയതിന് വളരെയധികം സന്തോഷം. അപ്പൊ ഇനിയും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ ബിബി ഹൗസിൽ ആരാണ് 100 ഡേയ്സ് തികയാൻ നോക്കുക. 100 ഡേയ്സ് ആകുമ്പോഴേക്കും നമ്മുടെ ബിബി ഗ്രൂപ്പും അതായത് ബിഗ് ബോസ് ഗ്രൂപ്പും വളരട്ടെ. അശ്വതി ബാല ഹായ് ഹലോ പറയുന്നുണ്ട്. ഹലോ അശ്വതി കുട്ടി, എന്താണ് വിശേഷം? ശ്രീരാജേട്ടൻ പറയുന്നുണ്ട് ഈ തവണ ആരായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് നേടി സേഫ് ആകാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡേഞ്ചറസ് ഫിറോസ് ഇക്ക ആയിരിക്കും, അതല്ലെങ്കിൽ മണിക്കുട്ടനെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടാൻ ചാൻസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നോബിയെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഡിംപിളിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ മണിക്കുട്ടന് കൊടുക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മണിക്കുട്ടൻ സേഫ് ആയിരിക്കും, അതുപോലെ DFK സേഫ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സുജാത ചേച്ചി പറയുന്നുണ്ട് ഏഞ്ചൽ വേസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഏഞ്ചൽ വേസ്റ്റ് ആണ്. ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നോ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി സകല വഷളത്തരം കാണിച്ചു കൂട്ടുന്നുണ്ട് അവിടെ. ഹേ ജോയ് ചേട്ടൻ പറയുന്നുണ്ട് ബിഗ് ഹായ് ഫ്രം ദോഹ എന്ന് പറയുന്നുണ്ട്. ഹായ്, ഞാനും ദോഹയിലാണ്. എവിടെയാണ് ജോയ് ചേട്ടൻ? അശ്വതി പറയുന്നുണ്ട് ഏഞ്ചൽ അഡോണി ലവ് കാണുമ്പോൾ TV ചാനൽ മാറ്റാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്തെടുത്ത് എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പ്രവാസികൾക്ക് കാണാൻ വേണ്ടി റെക്കോർഡ് ചെയ്യണം. കാരണം TV ചാനലൊന്നും മാറ്റാറില്ല, അതിന് നടക്കുന്നത് എന്താന്ന് കാണുള്ളൂ. എനിക്ക് ഇന്നലെ കണ്ടിട്ട് വളരെ വൻ ഷോക്കായിട്ട് തോന്നിട്ടോ. ശ്രീരാജേട്ടൻ എന്റെ ഒരു കമന്റും വായിക്കുന്നില്ല. തീർച്ചയായിട്ടും ശ്രീരാജേട്ടന്റെ എല്ലാ കമന്റും ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. എമിൽ പറയുന്നുണ്ട് റിയൽ ഫൈറ്റ് ഗോട്ട് സ്റ്റാർട്ടഡ് ബിറ്റ്വീൻ റിതു ആൻഡ് സന്ധ്യ. എന്റെ കമ്മൽ താടി എന്റെ മാലതാടി. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ വരാതിരിക്കായിരുന്നു. ഇന്നലെ നമ്മുടെ സന്ധ്യ ചേച്ചി മജ്സീൻ തമ്മിലുള്ള ഡിസ്കഷൻ ആയിരുന്നു. അതിലെ എന്തായിരുന്നു, സാരി യെല്ലോ സാരിയും അതിന് മാച്ചായിട്ടുള്ള കമ്മല് മാല അതൊക്കെ നമ്മുടെ റിതു ചോദിച്ചു കൊടുത്തു. എന്നാൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് അതേ മാന്യതയിൽ തിരിച്ച് ഏൽപ്പിക്കും വേണം. തിരിച്ചു കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് താങ്ക്സ് പറയണം. അതാണ് അവിടുത്തെ പ്രശ്നം. പിന്നെ ഇവര് വീക്കിലി ഇടാൻ വേണ്ടിയിട്ട് അധികം ലിമിറ്റഡ് ഡ്രസ് ആയിരിക്കും ഇവർ കൊണ്ടുപോയിട്ടുണ്ടാവുക. അതും
ലാലേട്ടൻ വരുന്ന ദിവസത്തിൽ വേണ്ടിയിട്ടായിരിക്കും പ്രത്യേകം കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഓരോരുത്തര് ഓർണമെന്റ്സും അതിന് സ്യൂട്ട് ആയിട്ടുള്ളതായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അത് ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മര്യാദക്കേടാണ്. കാരണം 1 or 2 ഒക്കെ കൊണ്ടുപോയതിനടുത്ത് ചോദിക്കാന്ന് പറഞ്ഞാൽ അവരിടുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ചോദിക്കരുത്. ഇതിപ്പോ ഒരു പ്രാവശ്യം സന്ധി ചേച്ചി ഇട്ടതാണ്, എന്നിട്ടാണ് മേടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു മര്യാദ വേണ്ടേ, അതാണ്. അപ്പൊ മജ്സിയും പറയണ്ടേ എനിക്കുള്ളത് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് എന്ന് മജ്സിയെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഡിംപിളിന്റെ അടുത്തും ഡിസ്കഷനൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മുടെ സൂര്യനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് അവിടെ പിന്നെ നടന്നിട്ടുണ്ടായിരുന്നത്, കണ്ടായിരുന്നോ? അതായത് സൂര്യ ഡ്രസ്സ് ഒരുപാട് പേര് സ്പോൺസർ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് സൂര്യ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ ഒരു റെസ്പെക്ട് സൂര്യ ആ ഡ്രസ്സിനോട് കാണിക്കുന്നില്ല. അതായത് ഒരു ഡ്രസ്സ് വാഷ് ചെയ്തിടാൻ അത് നീറ്റായിട്ട് എടുത്തു വെക്കാൻ എത്ര സമയം വേണം? ശരിയല്ലേ, അധികം സമയം വേണ്ട. നമുക്കൊരാൾ ഇല്ലാത്ത സാധനം നമുക്കൊരാൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റേതായ റെസ്പെക്ട്, അതിന്റെ വാല്യൂ കൊടുത്ത് നമ്മൾ അത് ചെയ്യണം അല്ലെ. അത് ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ സന്ധി ചേച്ചിയുടെ പരാതി. സമയ പറയുന്നുണ്ട് ബിബി സീസൺ 3 അറു ബോർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അറു ബോറാണ്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഉഷാറായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡൊക്കെ കുറച്ചും കൂടെ തകൃതിയായിട്ട് ഉഷാറായിട്ട് വരുന്നു തോന്നുന്നു. എന്തായാലും ഒരു ക്ലാസ് സീസൺ, അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികളെ എങ്ങനെയായിരിക്കും ആ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്ന ടാസ്ക്. അതിനകത്ത് കഴിഞ്ഞ സീസണിലെ നമ്മുടെ രജിസാറിന് മുളക് തെച്ച് പോലെയുള്ള വികൃതികളൊന്നും ആരും കാണിക്കാതിരിക്കട്ടെ. ഓക്കെ, ജോയ് ചേട്ടൻ ഡിംപിൾ ശവൻ DFK ബോസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയരുത് ജോയ് ചേട്ടാ, ഡിംപിളിനെ എനിക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ DFKനെ ഇഷ്ടമാണ്. കാരണം ഡിംപിളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അതൊരു മരണ വീട് പോലെ ആവുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഡിംപിളൊക്കെയാണ് അവിടെ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുൽ പറയുന്നുണ്ട് ഡിംപിൾ, മണിക്കുട്ടൻ, ഫിറോസ് മാത്രം ഇനി വീക്ക് നോമിനേഷൻ വന്നാലോ ആൽക്കുട്ടൻ നന്നായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇവരുടെ സ്ട്രാറ്റജി അതാണ്, ഇവർ തന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെ നോമിനേഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡിംപിളും മണിക്കുട്ടനും ഫിറോസും നോമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ആര് വേണമെങ്കിലും പോവാം, ആര് പോവാം എന്ന് നമുക്ക് ഇപ്പൊ ഗസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഡിംപിള് അവിടെ ഉണ്ടാവും, ഫിറോസ് ഖാൻ അവിടെ ഉണ്ടാവും എന്നാണ് ചാൻസസ് കൂടുതൽ. മണിക്കുട്ടനായിരിക്കും അപ്പൊ ചിലപ്പോൾ നോമിനേറ്റ് ആവാൻ ചാൻസസ് കൂടുതൽ. പക്ഷേ ഇനിയുള്ള വീക്ക് എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസ് അതനുസരിച്ചിരിക്കും ഇവർക്ക് കിട്ടുന്ന വോട്ടും. ശിവാനി ശിവ നമ്മുടെ ഗ്രൂപ്പ് 5K ഞാൻ പറഞ്ഞു ചേട്ടാ. ജോർജ് കുട്ടി പറയുന്നുണ്ട് അവിടുന്ന് കട്ടിലെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ആ കിടിലൻ ഫിറോസ് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. സത്യം, കിടിലൻ ഫിറോസിക്കൊക്കെ എന്താണ് അവിടെ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലാവരും കുറച്ചുപേരെ കൂട്ടുപിടിച്ച് എങ്ങനെയും കുറച്ച് ദിവസമൊക്കെ തള്ളി നീക്കണം എന്നാണ് ആളുടെ ഒരു മെന്റാലിറ്റി. ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഒന്നും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഉണ്ടാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാവ സാബിച്ചേച്ചി പറയുന്നുണ്ട് അതെ DFK നല്ല രീതിയിൽ കളിച്ചാൽ മതിയായിരുന്നു. തീർച്ചയായിട്ടും DFK നല്ല രീതിയിൽ കളിക്കുമെന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ ചേച്ചി. ജിത്തുമോൻ പറയുന്നുണ്ട് എന്തോ ഗ്രൂപ്പ് ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. സമയം പറയുന്നുണ്ട് ഡിംപിളിന്റെ ഇംഗ്ലീഷ് ഒന്ന് നിർത്താൻ പറയേ. ഡിംപിളിന്റെ ഇംഗ്ലീഷ് നിർത്താൻ പറയണം. ആക്ച്വലി ഡിംപിളിനേക്കാളും കഷ്ടമായിട്ടാണ് നമ്മുടെ ആരാണ് ഋതു ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ, അത് കാണുന്നില്ലേ കുട്ടി? അപ്പൊ നമ്മുടെ ഋതുവിനോട് ഇംഗ്ലീഷ് നിർത്താൻ പറയണ്ടേ? ജിത്തുമോൻ പറയുന്നുണ്ട് നോട്ട് DFK, കോൾ ഹിം DBFK എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും DBFK. ഓക്കെ, ജോയ് ചേട്ടൻ പറയുന്നുണ്ട് കമ്പയർ ടു സീസൺ 2 സീസൺ 3 വളരെ ബോറിംഗ് ആണ്. കണ്ടസ്റ്റൻസ് ചുമ്മാ ഉറങ്ങാൻ വന്നതാണെന്ന് തോന്നുന്നു. ബെസ്റ്റ് പ്ലെയർ ഈസ് ഓൺലി DFK എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും DFK ഡിംപിളും ഞാൻ സപ്പോർട്ട് ചെയ്യും. സത്യമായിട്ട് പറഞ്ഞത് ഇവിടെ കണ്ടസ്റ്റൻസ് വന്നിട്ട് ഫുഡ് കഴിക്കുക, ഉറങ്ങുക. മജിസിയെ പോലുള്ളവര് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസ് വൃത്തിയാക്കാനും അവിടെയുള്ള പണികൾ ചെയ്യാനാണ് പോയേക്കണേന്ന് തോന്നുന്നു കൂടുതൽ. അല്ലാതെ അവിടെ ഒരു കണ്ടന്റ് തരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തുള്ള മോസ്റ്റ്ലി കണ്ടസ്റ്റൻസ് അങ്ങനെയാണ്, ആരും തന്നെ ഒന്നും കണ്ടന്റ് തരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മള് മിഷേൽ പുറത്തു വന്നതിന് ശേഷം ഒരുപാട് വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ കേട്ടു. അതിനകത്ത് 24 hours നടക്കുന്ന കാര്യങ്ങളൊന്നും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എന്ത് കാണുന്നു അവിടെ 24 hours നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും കാണിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കാണിക്കുന്ന കാര്യങ്ങളിൽ എത്രമാത്രം നമുക്ക് അത് കിട്ടുന്നുണ്ട്, ആസ് എ വ്യൂവർ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്കതൊരു നല്ല സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നുണ്ട്, നമുക്കൊരു ഗെയിം ആണെന്ന് തോന്നുന്നുണ്ട് എന്ന് തോന്നുന്നവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. അതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവർക്ക് തീർച്ചയായിട്ടും അവിടെ എഡിറ്റ് ചെയ്യുന്നവർക്ക് 24 hours കാണിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്കും കൂടെ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ നമുക്ക് ആഹാ അത് കൊള്ളാലോ എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കില്ല അവർ എഡിറ്റ് ചെയ്തിടണേ. അപ്പൊ എഡിറ്റർമാർക്കും തോന്നണം അതിടണം. അപ്പൊ ആ രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം അവിടെ ഉള്ളവർ തരുന്നത് അല്ലെ. വാവ് ചേച്ചി പറയുന്നുണ്ട് യെസ് നോബി നന്നായി ഗെയിം കളിച്ചില്ലെങ്കിൽ പുറത്തു പോകണം. തീർച്ചയായിട്ടും നോബി ചേട്ടൻ നന്നായി ഗെയിം കളിച്ചില്ലെങ്കിൽ പുറത്ത് തന്നെ പോകണം. നമ്മൾ ആരും മുഖം നോക്കണ്ട, നമുക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പൊ നോബി ചേട്ടനെ സെലിബ്രിറ്റി എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളാണ് നോബി ചേട്ടൻ. പക്ഷെ അത് വിചാരിച്ച് മണിക്കൂട്ടിനെ ഇഷ്ടമാണ്, നോബി ചേട്ടനെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊരു ബിഗ് ബോസ് ഗെയിം ആണ്. ആ ഗെയിമിൽ ആര് നന്നായി ഗെയിം കളിക്കുന്നു അവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് വിചാരിച്ച് പേഴ്സണൽ ഇഷ്ടങ്ങൾ അവർ സെലിബ്രിറ്റി ആണെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ അവരെ പുകഴ്ത്തി പറയാനോ ഞാൻ പോവില്ല. എന്തായാലും AB അഭയ് പറയുന്നുണ്ട് സായി ക്യാപ്റ്റൻ ആയിട്ട് വേണം എല്ലാം അടിച്ചു പൊളിക്കാൻ. സായി ക്യാപ്റ്റൻ ആവോ? നമുക്ക് നോക്കാം, ആവട്ടെ. എമിൽ ഡേഞ്ചറസ് ഫിറോസ് ഡ്രസ് നീക്കിയിടാൻ പറഞ്ഞത് അല്ല പ്രോബ്ലം ആയത്. ബ്ലൗസ് നല്ലതാ, ക്ലോത്ത് ഒരുപാട്
ഉണ്ടല്ലോ എന്ന കമന്റ് ആണ് ഇഷ്യൂ ആയത്. ബട്ട് ദാറ്റ് വാസ് റിയലി എ റോങ് കമന്റ് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമൊന്നല്ല, ആദ്യം പറഞ്ഞത് ഡ്രസ്സ് നീക്കിയിടാൻ പറഞ്ഞതൊക്കെ പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഏഞ്ചൽ പറയുന്നുണ്ട് ഡ്രസ്സ് മാറ്റിയിടാൻ പ്രോബ്ലം, അത് ഒരു ഇഷ്യൂലാണ്, ഡ്രസ്സ് മാറ്റിയിടാൻ പറയേണ്ട കാര്യം എന്താ. പിന്നെ സന്ധി പറയുന്നുണ്ട് ഇങ്ങനെ കുമ്പിട്ടിരുന്നപ്പോ എന്തോ സംതിങ് ഇവിടെ എന്തോ പ്രശ്നം കയറ്റിയിടാൻ പറഞ്ഞത് ഒരു പ്രശ്നമായിരുന്നു, അതും ഒരു പ്രശ്നമായിട്ട് അവൻ പറഞ്ഞു. അതിനുശേഷമാണ് പറയുന്നത് എന്ത് ഡ്രസ്സ് കുറഞ്ഞു പോയി എന്നുള്ളൊരു കമന്റും കൂടെ പറഞ്ഞു. അതായത് ഒട്ടും തന്നെ ബ്ലൗസിൽ തുണിയില്ല, അതൊരു പേഴ്സണൽ ഇഷ്ടമാണ്, നമ്മൾ എത്ര പോകുന്ന ബ്ലൗസ് ഇട്ട് നമ്മുടെ ഇഷ്ടമാണ്. അതിന് കമന്റ് പറയാനായിട്ട് ഫിറോസ് കെക്ക് തോന്നുന്നത് അത് അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ ബാക്കിയെല്ലാം പറഞ്ഞത് ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഡ്രസ്സ് ഒന്ന് ഇറങ്ങിക്കിടന്നിട്ട് കയറ്റിയിടാൻ പറയുന്നത് അത്രയും മോശമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ വീട്ടിലൊരാളാണെങ്കിൽ നമ്മൾ അതിനെ പറയില്ലേ, നമ്മൾ ഏത് സെൻസിലെടുക്കും. എനിക്കത് നല്ലൊരു കമന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഡ്രസ്സിനെ പറ്റി പറഞ്ഞത് ഞാനും ഫിറോസിനോട് സജനയോട് ഒപ്പമാണെന്ന് വാവച്ചേച്ചി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും AP അബൈ പറയുന്നുണ്ട് പവൻ ജിനോ തോമസ് വീണ്ടും വരണം. തീർച്ചയായിട്ടും പവൻ ജിനോ ഒക്കെ വീണ്ടും വരട്ടെ, അതുപോലുള്ള നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ, നന്നായി പ്രതികരിക്കട്ടെ, ആവശ്യമുള്ള കാര്യത്തിന് ചൂണ്ടിക്കാണിച്ച് പ്രതികരിക്കട്ടെ. വെറുതെ കാക്കാന്നും പറഞ്ഞ് ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ സായിനെ പോലെ, സായി എന്താണ് കാണിക്കുന്നത്, അവിടെ എന്തോ കിടന്ന് ഒച്ച വെക്കുന്നു. ലക്ഷ്മി രഞ്ജിത്ത് പറയുന്നുണ്ട് ഏഞ്ചൽ സന്ധ്യ എന്നിവർ പുറത്തു പോകണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഏഞ്ചലും സന്ധ്യയും പുറത്തു പോകണം, അവരൊന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷെ സന്ധ്യ ചേച്ചി ഭാഗ്യത്തിന് എലിമിനേഷൻ ഒന്നും വന്നിട്ടില്ല, പിന്നെ എങ്ങനെ പുറത്തു പോകും. ശ്രീരാജേട്ടൻ പറയുന്നുണ്ട് ലൈവ് ഷെയർ ചെയ്യാൻ പറയുമോ. തീർച്ചയായിട്ടും എല്ലാവരും ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. 5:30 വരെയാണ് ലൈവ്, അപ്പൊ ലൈവ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ശ്രീരാജേട്ടൻ ആർജൻ നിജിയുടെ ലൈവ് പൊളിയാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പരശു ചേട്ടൻ പറയുന്നുണ്ട് അഡോണി ഏഞ്ചൽ ലവ് വെറുപ്പ് ഉണ്ടാക്കാൻ എന്താണ് കാരണം, ഒരു കാരണം പറയുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മൾ ആരും ലവ് ചെയ്യാത്തില്ല, ഞാനൊക്കെ ലവ് ചെയ്തിട്ടുള്ള ആളാ. നമ്മൾ എന്തിനില്ലെന്ന് പറയണേ, ലവ് ചെയ്തിട്ടുള്ള ഒരാൾ ലവ് ചെയ്യുന്നുണ്ട് അതെ 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 എന്ന് പറഞ്ഞോണ്ട് നിൽക്കാണോ? അത് തന്നെ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റേഷൻ. ഇങ്ങനെയുള്ള ഒരു അരോചകത്വം എന്താ പറയാ ഫീൽ ചെയ്ത് നിങ്ങൾക്കൊന്നും തോന്നിയില്ല, പരശുവിനൊന്നും തോന്നിയില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം പോലെ എനിക്ക് ഏഞ്ചലിന്റെ ഫീൽ ചെയ്തത്. അത് തന്നെയാണ് വെറുക്കാൻ കാരണം കേട്ടോ. ജോയ് ചേട്ടൻ പറയുന്നുണ്ട് ഖത്തർ പ്രവാസികൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാം, കാരണം ഹോട്ട്സ്റ്റാർ ബാൻഡ് അല്ലേ, പ്ലീസ് ഹെൽപ്പ്. തീർച്ചയായിട്ടും ഞാൻ ഖത്തർ പ്രവാസി ആയതുകൊണ്ട് തന്നെ എനിക്കും വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കി, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോന്ന്. കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റിയിരുന്നു, ഇപ്രാവശ്യം പറ്റുന്നില്ല കേട്ടോ. ശാന്തകുമാരി ചേച്ചി നോബിയുടെ ഭാവങ്ങൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മടുപ്പ് തോന്നുന്നു. തീർച്ചയായിട്ടും നോബി ചേട്ടൻ ഒന്ന് ആക്റ്റീവായിട്ട് വന്നാൽ മതിയായിരുന്നു. ശിവാനിക്കുട്ടി ഇതാ പറയുന്നുണ്ട് ചേച്ചി എന്താ പറയുന്നത് ഈ വീക്ക് ഏഞ്ചൽ ചേച്ചി പോകുമായിരിക്കും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഏഞ്ചൽ പോകുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. ഏഞ്ചൽ എന്തായാലും പോകാനാണ് ചാൻസസ്. ശ്രീരാജേട്ടൻ നിജ അർജുൻ നിജിക്ക് ആരാധകർ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണല്ലോ. ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ശ്രീരാജേട്ട. ശിവാനിക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഇതുവരെ BB3 ഫാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആർക്കും ഫാൻസ് ആക്കാൻ മാത്രമുള്ള ആളുകൾ കണ്ടന്റ് ഒന്നും തരുന്നില്ല. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ DFK ഡേഞ്ചറസ് ഫിറോസിക്കയും അതുപോലെ സജിനെയും അതുപോലെ തന്നെ നമ്മുടെ ഡിംപലും ആണ് അതിനകത്ത് എനിക്ക് കുറച്ച് കണ്ടന്റ് എന്തെങ്കിലും തരുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആളുകൾ കേട്ടോ. നിമിഷ പറയുന്നുണ്ട് ഇന്നു മുതൽ കളി മാറും, ഇൻട്രസ്റ്റ് എല്ലാ എന്താണ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മാറ്റി പറയും എന്ന് പറയുന്നുണ്ട്. ഇന്ന് മുതൽ കളി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം ഏഷ്യാനെറ്റിന്, അല്ലെങ്കിൽ റേറ്റിംഗ് ഒക്കെ താഴെ പോയി ബിഗ് ബോസ് നിർത്തലാക്കേണ്ടി വരും. ലാസ്റ്റ് കൊറോണ കാരണം നിർത്തലാക്കി എന്ന് പറയേണ്ടി വരും. അപ്പൊ ആ സിറ്റുവേഷൻ ഇല്ലാണ്ട് നോക്കണം അവര്. ജസീലൊക്കെ പറയുന്നുണ്ട് ഫൈനലിൽ DFK ഉണ്ടാവും, ആരെങ്കിലും ബെറ്റിനുണ്ടോ? തീർച്ചയായിട്ടും എനിക്കും തോന്നുന്നുണ്ട് DFK ഫൈനൽ വരെ എത്തട്ടെ, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പുറത്തു പോകാതിരിക്കട്ടെ. നമ്മൾ ആരും ഒന്നും നേരത്തോടെ കൂട്ട് വിധി എഴുതരുത്. കാരണം എന്തെങ്കിലും കയ്യേറ്റം എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ ഒരു ചോദ്യം പറച്ചില്ലാണ്ട് എടുത്ത് വെളിയിൽ കളയും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും DFK ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീരാജേട്ടൻ ഡിംബലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും നല്ല അഭിപ്രായമാണ് ഡിംബലിനെ കുറിച്ച്. അവള് ടാസ്ക് വേണ്ടത്ര രീതിയിൽ നന്നായി കളിച്ചു വന്നാൽ തീർച്ചയായിട്ടും മുന്നേറും എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ടാസ്കിന്റെ സമയത്ത് ചില സമയത്ത് അവള് ബാക്കോട്ട് നിൽക്കുന്നുണ്ട്, അതത്ര നല്ല പ്രവണതയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ടാസ്കിന്റെ സമയത്ത് ഡിംബലിനെ തള്ളി പറഞ്ഞത് കേട്ടോ. സുധീഷകൻ DFK എന്ന് പറയുന്നുണ്ട്. അഞ്ജന കുട്ടി ഈ വീക്ക് ആരാകും ഔട്ട് ആവുക? എനി ഗസ് തീർച്ചയായിട്ടും ഏഞ്ചൽ ആണെന്നാണ് എന്റെ ഒരു നിഗമനം, അറിയില്ല. അജി ചേച്ചി ചേട്ടനാണെന്ന് അറിയില്ല. അജി ചേട്ടൻ ഹായ്. ശ്രീരാജേട്ടൻ ഡിംബലും DFKയും തമ്മിൽ ആകുമോ മത്സരം? തീർച്ചയായിട്ടും അവർ തമ്മിൽ നല്ലൊരു മത്സരം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ശ്രീരാജേട്ടൻ DFK ടൈറ്റിൽ വിന്നർ ആകുമോ? ചാൻസസ് ഉണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, നമുക്ക് നോക്കാം. ജസീൽ ഗ്യാങ് ഉണ്ടാക്കിയ കിടിലൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയോണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും കിടിലൻ ഫിറോസ്ക്ക് അവിടെ ഒരു മണ്ണകട്ടും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ പറയട്ടെ, ഒന്നും ചെയ്യുന്നില്ല. ആൾ എന്താ അവിടെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ആരോ പറഞ്ഞ പോലെ തന്നെ എന്തോ തത്വശാസ്ത്രം അങ്ങ് വിസ്തരിക്കുന്നുണ്ട്. ആരൊക്കെയോ ആവാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കിടിലൻ ഫിറോസിക്കിന്. ആരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റിൽ ഒരാളാണ് കിടിലൻ ഫിറോസ്ക കേട്ടോ, പറയാതെ വയ്യ. അഞ്ജനക്കുട്ടി ആപ്പിൾ ഫിറോസ് ശോകമാണ്, വൻ ശോകമാണ്, പറയാതെ വയ്യ. കുട്ടി ജോർജ് കുട്ടി ടിവിയിൽ കൂടി ബിഗ് ബോസ് കാണാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ബിഗ് ബോസിനുള്ളിൽ കുത്തിയിരുന്ന് അത് കാണാൻ ഒരു റേഞ്ച് വേണം. ആ കാര്യത്തിൽ നോബി വേറെ ലെവലാണ്. അറ്റ്ലീസ്റ്റ് നോബി ചേട്ടൻ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റെങ്കിലും നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കിടിലൻ ഫിറോസ്ക്ക് എന്താണ് തരുന്നത്? ഒന്നും തരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീരാജേട്ടൻ ഡിംബൽ മറ്റൊരു പേളി മാണി ആകുമോ?
ഡിംപിൾ മറ്റൊരു പേളി മാണി ആകുമോ എന്ന് ചോദിക്കണമെങ്കിൽ അർത്ഥമില്ല ശ്രീരാജേട്ടാ. പേളി മാണി വേറൊരു ലെവലാണ്, ഡിംപിൾ ഏത് ലെവലാവും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ. എന്തായാലും പേളി മാണിക്കൊപ്പം കമ്പയർ ചെയ്യാൻ ആയിട്ടില്ല ഡിംപിൾ എന്ന് എനിക്ക് തോന്നി. അഞ്ജനക്കുട്ടി നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാജേട്ടൻ DFK മറ്റൊരു സാബു ആകുമോ? എനിക്കും അതും സാബുച്ചേട്ടനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. സാബുച്ചേട്ടൻ വേറൊരു ലെവലാണ്, DFK ആ ഒരു ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, ഇനി എത്തുമെന്ന് നമുക്കറിയില്ല. സാബുച്ചേട്ടന്റെ ഒക്കെ ഗെയിം പ്ലാനിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കിടിലനായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ജസീലിക്ക പറയുന്നുണ്ട് കിടിലന് ഒറ്റയ്ക്ക് DFK അടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി കൂട്ടുപിടിച്ചത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാ മതി. ഇത് ഒന്നും ചെയ്യാത്ത അവസ്ഥയെ കൂട്ടുപിടിച്ചിട്ടും വല്ലതും ചെയ്യുന്നുണ്ടോ? അവിടെ പരദൂഷണലാണ് എന്താ നടക്കുന്നത്? എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റന്റിൽ ഒരാളാണ് കിടിലൻ ഫിറോസ് കേട്ടോ. ശാന്തകുമാരി ചേച്ചി പറയുന്നുണ്ട് ഭാഗ്യലക്ഷ്മിയെ ഒന്ന് വിളിച്ചുണർത്താമോ? തീർച്ചയായും ഭാഗ്യലക്ഷ്മി ചേച്ചി ഇത്രയും പ്രശ്നം സന്ധി ചേച്ചി ഇന്നലെ ഡ്രസ്സിന്റെ ഇഷ്യൂ അവിടെ നടക്കുന്ന സമയത്ത് ഭാഗ്യലക്ഷ്മി ചേച്ചി നിന്ന് നമ്മുടെ മറ്റേ എന്താ പറയാ ഡാൻസ് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു, കണ്ടായിരുന്നു ആരെങ്കിലും ഇങ്ങനെ കൈയൊക്കെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ട്, ആ പ്രസൻസ് അവിടെ ഉണ്ട് കേട്ടോ. ശ്രീരാജേട്ടൻ നോ ബി ആ ഹൗസിൽ തുടരാൻ അർഹതയുണ്ടോ എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അർഹതയില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ക്യാപ്റ്റൻസി ആള് എങ്ങനെ അത് യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ് ആള് പ്ലാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ നിന്ന് നമുക്ക് നോബി ചേട്ടൻ നന്നായിട്ടൊന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും കേട്ടോ. എമ്മിൽ പറയുന്നുണ്ട് സൂര്യയുടെ സ്ട്രാറ്റജി DFK തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്, സൂര്യ ഇനി കുറെ കരയും. തീർച്ചയായിട്ടും സൂര്യ ഇനി കുറെ കരയാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ DFK പറഞ്ഞത് നല്ലൊരു റീസൺ ആണ്, സൂര്യ നല്ലൊരു ഗെയിം പ്ലെയർ അല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ DFK എന്നുള്ള സംസാരിക്കേണ്ടായി കേട്ടോ. ജസീൽ പറയുന്നുണ്ട് സന്ധ്യയെ വരെ ഉണർത്താൻ DFK വേണ്ടി വന്നു. തീർച്ചയായിട്ടും അവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റിനെ ഉണർത്താനായിട്ടാണ് മെയിൻ ആയിട്ട് ഫിറോസ് ഖാൻ അവിടെ ഉള്ളത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജോർജ് കുട്ടി പറയുന്നുണ്ട് ടിവിയിൽ കൂടി ബിഗ് ബോസ് കാണാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ബിഗ് ബോസ് കുത്തിയിരുന്നത് കാണാൻ ഞാൻ വായിച്ചതാണ്. നോബിക്ക് ശാരീരിക പ്രശ്നമുണ്ടെങ്കിൽ BBയിൽ വരാൻ പാടില്ലായിരുന്നു ശ്രീരാജേട്ടൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ശാരീരിക പ്രശ്നമുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഞാൻ പറയും ഇത്രയും വയ്യായും പ്രശ്നമുള്ള ഡിംപിളിന് അവിടെ നിന്ന് ഇതുപോലെ കളിക്കാമെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാമെങ്കിൽ നോബിച്ചേട്ടൻ എന്തുകൊണ്ടായിക്കൂടാ? ശാരീരിക പ്രശ്നമുണ്ടെങ്കിൽ വായയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കുക, നല്ല വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കണം അല്ലെ, അതൊക്കെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ജസീൽ ഖാൻ പറയുന്നുണ്ട് DFKയുടെ പോരാതെ റേഞ്ച് അതിന്റെ ഉള്ളിലുള്ളവർക്ക് അറിയില്ല, പുറത്തെ തീർച്ചയായിട്ടും DFKയുടെ പുറത്തെ റേഞ്ച് അവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ ഡിംപിളിന് അത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പരശു പറയുന്നുണ്ട് മണിക്കുട്ടൻ ഫിറോസ് ഖാൻ ഡിംപിൾ ഇവരിൽ ഒരാളായിരിക്കും വിന്നർ ആവുന്നത് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഡിംപിൾ ഒരു കോമ്പറ്റീഷൻ വരാൻ ചാൻസ് ഉണ്ട്, മണിക്കുട്ടന്റെ അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാൻ വരും ദിവസങ്ങൾ എങ്ങനെയാന്ന്. സുജാത ചേച്ചി പറയുന്നുണ്ട് നോബിയെ കണ്ട് മടുത്ത് ഒന്നേ പോയാൽ മതിയായിരുന്നു. തീർച്ചയായിട്ടും പിന്നെ ഞാൻ ലൈവിൽ പറയുന്നത് എനിക്ക് എന്റെ കാഴ്ചപ്പാട് മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോ ഡിംപിൾ അങ്ങനെ ഔട്ടായി പോയിട്ട് ചേച്ചി വന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു എന്നും പറഞ്ഞിട്ട് എന്നെ ആരും പൊങ്കാലി ഇടാനൊന്നും പറയണ്ട. ഇപ്പോ പോകുന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് മാത്രമാണ്, എസ് എ വ്യൂവർ എന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എമിൽ ചേട്ടൻ പറയുന്നുണ്ട് രമ്യ ആക്റ്റീവ് ആയാൽ ബെസ്റ്റ് കണ്ടന്റ് മേക്കർ ആവും എന്ന് പറയുന്നുണ്ട്. രമ്യയുടെ കാര്യം പറയാൻ വിട്ടുപോയി. രമ്യക്ക് എന്തോ ഉണ്ട് സംതിങ്, കാരണം രമ്യക്ക് നന്നായിട്ട് ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഒന്നും കൂടെ ആക്റ്റീവ് ആയിട്ട് വരാനുണ്ട്, വേണ്ടത്ര കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് തോന്നി എനിക്കിപ്പോ. ജസീൽ ഖാൻ പറയുന്നുണ്ട് other contestants think that DFK's outside image is bad, but they didn't know that he is increasing fan base by day എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് അവർക്ക് അറിയില്ല, അതാണ് കേട്ടോ. സുജാത ചേച്ചി മിസ് ഇന്ത്യ പട്ടം കിട്ടും. അയ്യോ അതിപ്പറ്റി പറയാതെ വഴിയ നമ്മുടെ ഋതു പൊങ്ങച്ചിക്കാരി ഋതു സ്വന്തമായിട്ട് അഹംഭാവമുള്ളത് ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അല്ലെ. ഋഷി പറയുന്നുണ്ട് ഡിംപിൾ ഫാൻ ബോയ് ഹിയർ എന്ന് പറയുന്നുണ്ട്. ഋഷി ഒരു കുത്തോട് കൂടിയിട്ടാണ് പറഞ്ഞതെങ്കിലും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ജോയ് ചേട്ടൻ പറയുന്നുണ്ട് ശാന്തിവിള ദിനേശിനെ പറ്റി എന്താ പറയാ? അങ്ങനെ ബിഗ് ബോസ് വന്ന് ഹൗസിൽ വന്നിട്ടുണ്ടെങ്കിൽ റേറ്റിംഗ് കൂടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ശാന്തിവിള ദിനേശേട്ടൻ വന്നാൽ ബിഗ് ബോസ് ഹൗസ് റേറ്റിംഗ് തീർച്ചയായിട്ടും കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഭാഗ്യലക്ഷ്മി ചേച്ചിയായിട്ട് ഒരു യുദ്ധം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ശാന്തിവിള ദിനേശ് ചേട്ടൻ വരാൻ ചാൻസസ് കുറവാണ് കേട്ടോ. റോഷൻ പറയുന്നുണ്ട് നിജ ബിഗ് ബോസിൽ പോയി എന്ന് വിചാരിക്കുക, എന്താണ് സ്ട്രാറ്റജി? തീർച്ചയായിട്ടും ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി ഞാൻ ഇപ്പൊ ഇവിടെ പറയില്ല, ഞാൻ പോകുമ്പോ കണ്ടാൽ മതി കേട്ടോ. അഞ്ജനക്കുട്ടി ഹായ് ടുപ്പുൻ എന്ത് ഓക്കെ. ശ്രീരാജേട്ടൻ DFKയും DRKയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? അത് പറയാം. DRK എന്ന് പറയുന്നത് സ്വന്തമായി നിന്ന് കളിക്കുമ്പോൾ സ്വന്തമായിട്ടുള്ള ആളുടെ ആദർശങ്ങളും ആൾക്കുള്ള തോട്ടും കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിട്ട് ഓരോന്ന് പ്ലാൻ ചെയ്തിട്ട് നിന്ന് കളിക്കുന്നുണ്ട്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടില്ല, എല്ലാം കൂടെ കറക്റ്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റിൽ കൂടെ പറഞ്ഞ് ഇതാവുന്നുണ്ട്. ഓക്കെ, ആർക്കും പിന്നീട് ഒരു ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ എത്തിക്കുന്നുണ്ട് നമ്മുടെ DRK എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ DFKക്ക് അത്രയ്ക്ക് അങ്ങ് DRKയുടെ അത്ര തോട്ടും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ചില സമയത്ത് പോയിന്റ്സ് ചൂണ്ടിക്കാണിക്കുമ്പോൾ DFK ഒന്ന് തളർന്നു പോകുന്നുണ്ടോ, ഒന്ന് ക്വൈറ്റായിട്ട് ബാക്കിലേക്ക് വലിയുന്നുണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എമ്മിൽ മിക്കവാറും നോബി കപ്പ് കൊണ്ടുപോകും, ഗെയിം കളിക്കുന്നൊരു എല്ലാരും എന്താ വെറുപ്പിച്ച് ഔട്ടാവും എന്ന് പറയുന്നുണ്ട്.
നോബി മാത്രം ബാക്കി തീർച്ചയായിട്ടും നോബി ചേട്ടൻ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഒരൊറ്റ നോമിനേഷന് വന്നിട്ടില്ലെങ്കിൽ നോബി ചേട്ടൻ തീർച്ചയായിട്ടും അവിടെ കാണില്ലോ. പിന്നെ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷെ നോബി ചേട്ടൻ അർഹതയില്ല എന്ന് പറയുള്ളൂ കേട്ടോ ഞാൻ. ശിവാനി DFK സാബുവിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ? DFK പലർക്കും വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരിലൊന്നും എത്തുന്നില്ലെങ്കിലും എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് DFK ആണ് അവിടെ കേട്ടോ. അഞ്ജന ഈസ് എ ഡിംബൽ ഫാൻ ഗേൾ എന്ന് ഋഷി പറയുന്നുണ്ട്. ജോയ് ചേട്ടൻ ബിഗ് ബോസ് ഹൗസിലെ കോൾ വന്നാൽ പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടി സംസാരിക്കാൻ കഴിവുള്ളവർ വേണം അവിടെ. തീർച്ചയായിട്ടും എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകുമായിരിക്കും, നോക്കാം. ശിവാനി ആർജിനിജ ഫോളോവേഴ്സ് മാജിക് നമ്പർ ആയി 666 ആയി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോളോ ചെയ്തവർക്ക് കേട്ടോ. ജസിൽ ഖാൻ താങ്കൾ നന്നായി സംസാരിക്കുന്നുണ്ട്, വെരി ഫാസ്റ്റ് ആൻഡ് ക്ലിയർ, പ്ലീസ് കണ്ടിന്യൂ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ജസിൽ. ശിവാനി ആർജിനിജ ഫോളോവേഴ്സിന് ഒരു ഹായ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആർജിനിജ ഫോളോവേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ എല്ലാവർക്കും ഒരു താങ്ക് യു സോ മച്ച്. ഋഷി പറയുന്നുണ്ട് 666 is the devil's number dear എന്ന് പറയുന്നുണ്ട്. സാരില്ല, കുറച്ച് ഡെവിൾ ആയിരിക്കട്ടെ കേട്ടോ. അതുൽ ഏഞ്ചൽ അഡോണി പ്രേമം പൂത്ത് വൺ ഹിറ്റ് ആണെന്ന് അതിൽ എല്ലാവരുടെയും വിചാരം. ഏഞ്ചൽ എവിക്ട് ആവുമ്പോ അവർക്കൊക്കെ വൻ ഷോക്ക് ആയിരിക്കും. തീർച്ചയായിട്ടും ഏഞ്ചൽ ഇവരുടെയൊക്കെ വിചാരം ഇങ്ങനൊരു ലവ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് നമ്മളെയൊക്കെ കുറച്ച് മണ്ടന്മാരാക്കി നമ്മളൊക്കെ കുറച്ച് ഓട്ടൊക്കെ കൊടുക്കുമെന്നുള്ള പ്ലാനാണ്. അത് ഏഞ്ചൽ ഔട്ട് ആവുന്നതോടുകൂടി അവരുടെ സ്ട്രാറ്റജി ഒക്കെ അവർ മടക്കി കുത്തി ഇരുന്ന് വീട്ടിലിരുന്നോളും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ശിവാനി പറയുന്നുണ്ട് ഋതു മിസ് വേൾഡ് ആകുമോ എന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു. മിസ് വേൾഡ് ഋതു ഞാൻ നോ കമന്റ്സ് ഫോർ ദാറ്റ് ആക്ച്വലി. എൽസ പറയുന്നുണ്ട് ഏഞ്ചൽ ആൻഡ് അഡോണി എന്തൊരു വെറുപ്പീര്. തീർച്ചയായിട്ടും ഭയങ്കര വെറുപ്പീരിന്റെ അങ്ങേയറ്റാണ്. ഞാനിത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋഷി ബിനോ ചേച്ചി പ്ലീസ് സേ ദിസ് ഡയലോഗ് സെയിം ആസ് ദാറ്റ് ഓഫ് ഡിംപിൾ, ഡോണ്ട് എവർ ഇൻസൾട്ട് മല്ലൂസ്. പറഞ്ഞു പോരെ ഋഷി. പക്ഷേ ഡിംപിൾ ബാൽ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് സമയം 5:33 ആയി, ലൈവ് അവസാനിപ്പിക്കുന്ന സമയം ഞാൻ അതുകൂടെ പറയാണ് കേട്ടോ. ഡിംപിൾ പറഞ്ഞു ടിപ്പിക്കൽ മല്ലു എന്നുള്ള രീതിയിൽ ഒരു പുച്ഛഭാവത്തിനു കൂടി പറഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ മലയാളീസ് തന്നെ പലപ്പോഴും അത് പറയാറുണ്ട്. ആരാണ് പറയാത്തത്? ഞാൻ പറയാറുണ്ട് പലപ്പോൾ. അത് വിചാരിച്ച് എനിക്ക് മലയാളീസിന് ഇഷ്ടമല്ല എന്നാണ് അർത്ഥം. ഒരിക്കലല്ല. എനിക്ക് മലയാളീസ്, എന്റെ ഫ്രണ്ട്സ് മലയാളീസ് ഉണ്ട്, എന്റെ പാരന്റ്സ് മലയാളീസ് ആണ്, ഞാൻ മലയാളിയാണ്, കേരളയാണ് അല്ലെ. എന്നിട്ട് കൂടെ എനിക്കും ഇഷ്ടക്കേട് ഉണ്ടാവുമ്പോൾ ഞാൻ പറയും ടിപ്പിക്കൽ മലോ, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് എന്ന് ഞാൻ പറയില്ലേ. എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ഇഷ്ടമില്ലാതെ പറയും. എനിക്കൊരു പുച്ഛഭാവമുണ്ട്, എനിക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ഫുഡ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് കണ്ട് എന്താ എന്ന് ഞാൻ കാണിക്കും. അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരിലും അതുണ്ട്. പക്ഷേ നമ്മളിലുള്ള ഒരു സദാചാര ബോധം എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ തെറ്റ് കാണുമ്പോൾ മാത്രം അതെടുത്ത് എന്തെങ്കിലും കാണുമ്പോൾ എടുത്ത് ചെകയുന്ന നമ്മുടെ തനി സ്വഭാവം എടുത്ത് പുറത്തു വന്നു, അതാണ് ഇവിടെ കാണുന്നത്. അല്ലാണ്ട് ആരും പറയാത്തവരൊന്നും ഉണ്ടാവില്ല. നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി കാണുന്നതല്ലേ. ഈ പറയുന്ന ആരാണ് നേരത്തെ പറയുന്നത്, നമ്മുടെ ഋഷി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും ഋഷി. ഇപ്പൊ നമ്മൾ പറയുന്നില്ല എന്ന് പല തത്വം പറയുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും കേട്ടോ. എന്തായാലും എനിവേ കുഴപ്പമില്ല. DFKക്ക് ആരാധകർ കൂടുന്നുണ്ട്. ഓക്കെ, DFKനെ പോലെ റിച്ച് സാറിന്റെ കൂടെ ഒരു കണ്ടസ്റ്റന്റ് കിട്ടാൻ തപസ് ചെയ്യണം തീർച്ചയായിട്ടും. ജസീൽ പറയുന്നത് എനി പ്രഡിക്ഷൻ ഫോർ ന്യൂ വൈൽഡ് കാർഡ്സ്. ഇപ്പൊ ഒന്നും പ്രഡിക്ഷൻ ഇല്ല, പറയാട്ടോ. ശ്രീരാജേട്ടെ ഋഷി ഡിംപിൾ ആർമി ആയി എന്ന് പറയുന്നത് കേട്ടു. ഋഷി ഡിംപിൾ ആർമി ആയോ? എപ്പൊ മുതൽ? ചിലപ്പോ ഇന്ന് രാവിലെ മുതലായിരിക്കും അല്ലെ. റോഷൻ ഇപ്പോൾ സൂപ്പറായി കളിക്കുന്നത് ഒരു ഡിംപിൾ, 2 ഫിറോസ് ഖാൻ, 3 മണിക്കുട്ടൻ, 4 റംസാൻ, 5 നോബി എന്നായിരിക്കും ഫൈനൽ 5 എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഡിംപിളും ഫിറോസ് ഖാനും ഒക്കെ നന്നായി കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലരും ഡിംപിളിന് കുറ്റം പറയുന്നുണ്ടാവും, പക്ഷേ ഡിംപിളിന്റെ സ്ട്രാറ്റജി നന്നായിട്ട് ഡിംപിൾ വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഫർഹാദ് ഡിംപിൾ ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. മീനു ഫിറോസ് ഖാൻ പൊളിയാണ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ പൊളിയാണ് കേട്ടോ. ഫിറോസ് ഖാൻ കിടിലനായിട്ട് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ കിടിലം ഫിറോസ് എന്നുള്ള പേരെടുത്ത് മാറ്റി നമ്മുടെ ഫിറോസ് ഖാന് കിടിലം നിന്ന് കൊടുക്കേണ്ടതായിരുന്നു അല്ലെ. ശ്രീരാജേട്ട് എന്റെ ഫോൺ നമ്പറിന്റെ അവസാനം 666 ആണ്, എങ്കിലും ഞാനൊരു ഡെവിൾ ആണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ജസിൽ ഖാൻ മീനു ആസാദ് ഫസ്റ്റ് മുതൽ കണ്ടില്ല അല്ലേ, പൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. മീനു ഇല്ല. ഓക്കെ, ശ്രീരാജേട്ടെ ഋഷി ഡിംപിൾ ആർമി ആവാൻ കാരണം എന്താണെന്ന് വ്യക്തമാക്കാന്ന് ഋഷിയോട് ചോദിക്കുന്നുണ്ട്. ജോയ് ചേട്ടൻ കുറച്ച് വെള്ളം കുടിക്കൂ പ്ലീസ്. ക്ഷീണിച്ചില്ലേ? തീർച്ചയായിട്ടും നമുക്ക് 5:35 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലൈവ് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം നല്ല ഉഷാറായിട്ട് ഞാൻ ലൈവിൽ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ വേർഡ്സ് ആരും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആരെയും എന്താ പറയാ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ കാഴ്ചപ്പാട്, എന്റെ തോട്ട്സ് ആസ് എ വ്യൂവർ എന്നുള്ള രീതിയിൽ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല സ്ട്രെങ്തി ആയിട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നാളെയും ഇതുപോലെയുള്ള ചർച്ചയ്ക്ക് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് എന്തായാലും അവസാനിപ്പിക്കാം ഈ ഗ്രൂപ്പില്. ഓക്കെ, അപ്പൊ ശ്രീരാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൂപ്പിലെ എല്ലാ അഡ്മിൻസിനും ഒരു ഹായ് പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ അഡ്മിൻസിനും ഓരോ മെമ്പേഴ്സിനും എല്ലാവർക്കും വലിയൊരു ഹായ്. എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഫേസ്ബുക്ക് കൂട്ടായ്മ ഇനിയും വികസിക്കട്ടെ, വളരട്ടെ. ഫിറോസ് ഖാൻ നെഗറ്റീവ് ചൊറിയൽ സ്ട്രാറ്റജി നിർത്തിയാൽ കംപ്ലീറ്റ് വ്യൂവേഴ്സ് പിറകെ പോവും. തീർച്ചയായിട്ടും സോറി. ഓക്കെ,
ജോയ് ചേട്ടൻ നെക്സ്റ്റ് എപ്പോഴാ ലൈവ്? തീർച്ചയായിട്ടും നാളെ ലൈവ് ഉണ്ടാവും. ഋഷി ബിനോ, ശ്രീരാജ് ചേട്ടൻ മിഷേൽ ഇറങ്ങിയതിനു ശേഷം മിഷേൽ ആർമി സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയുണ്ടോ? പക്ഷെ എനിക്ക് മിഷേലിന്റെ അടുത്ത് തുടക്കത്തിൽ എന്റെ നിലപാട് എങ്ങനെയാണോ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാണ് ഞാൻ. അത് വിചാരിച്ച് മിഷേലിനോട് ദേഷ്യം എന്നല്ല, മിഷേലിന്റെ അവിടെ ഉണ്ടായിരുന്ന ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗെയിം പ്ലാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആസ് എ വ്യൂവർ. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ റൈറ്റ്സ് നല്ല രീതിയിൽ ചൂസ് ചെയ്യാം. നമ്മൾ ആരെയും അപവാദം പറയോ അങ്ങനെ ചെയ്യലല്ലോ. നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം അല്ലെ. അവർ അതിന്റേതായ തോട്ട് അതിന്റെ കാര്യഗൗരവത്തിൽ എടുക്കുന്നു പ്രതീക്ഷിക്കുന്നു. ശാന്തകുമാരി ചേച്ചി, നിജിയുടെ സംസാര രീതി ആസ്വദിച്ചിരുന്ന് കമന്റ് ഇടാൻ വിട്ടുപോയാണോ? കുഴപ്പമില്ല ചേച്ചി. ബിബിൻ, യു ആരുടെ ഫാനാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഫാൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഡിംപിളിനെയും അതുപോലെ തന്നെ DFKനെ ഇഷ്ടമാണ് കേട്ടോ. സുജാത ചേച്ചി ബൈ ബൈ പറയുന്നുണ്ട്. RJ നിജിയുടെ ലൈവ് സൂപ്പർ ആയിരുന്നു, താങ്ക് യു പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ കൃത്യം 7:30 ഇന്ത്യൻ ടൈം 7:30 ഞാൻ തീർച്ചയായിട്ടും ലൈവിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ടിൽ ദെൻ RJ നിജ സൈനിങ് ഓഫ്. ബൈ ബൈ.